അല്ലാഹുവിനെ പുകഴ്ത്തി പറയുകയാണ്. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ പ്രതിഫല നാളിന്റെ ഉടമയാണ്. ഒക്കെ ഇൻഷാ അല്ലാഹ് തഫ്സീർ നമ്മൾ പിന്നീട് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പടച്ച റബ്ബിനോട് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അതിൽ അല്ലാഹുവിന് വേണ്ടിയുള്ള ഖിദ്മ പ്രഖ്യാപനം വരുന്നില്ലേ? ഞങ്ങളുടെ ഖിദ്മ നിനക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ ഇബാദത്ത് നിനക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ അടിമത്വം നിനക്ക് വേണ്ടിയാണ് എന്നൊക്കെ അതിൽ വരികയല്ലേ? എല്ലാം വരുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അത് പ്രാർത്ഥനകളല്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പറഞ്ഞ മൂന്നും ആയില്ലേ? അള്ളാഹുവിനെ പ്രകീർത്തിക്കലായി, അതുപോലെ തന്നെ ആരാധനയുമായി പ്രാർത്ഥനയുമായി, അത് മൂന്നും സൂറത്തുൽ ഫാത്തിഹയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴും സൂറത്ത്